രണ്ട് പെമ്പിള്ളേരൊക്കെ വെച്ച് നീ പിന്നെ അട്ടപ്പാടി ആണടി ഞാൻ നിനക്കെന്നാടി അട്ടപ്പാടി ആടി ഞാൻ എന്തൊക്കെന്നാ. ഇന്നലെ വീഡിയോ കാണുമ്പോൾ സത്യത്തിൽ ഈ രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രജിത് കുമാർ ഒരു രംഗപ്രവേശനം നടത്തിയത് കുറച്ച് ദിവസങ്ങൾ മുമ്പാണ്, 2 മാസം മുമ്പ്. അതുവരെ ആളൊന്നും കണ്ടിരുന്നില്ല. രേണുസുതിയും അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ദാസേട്ടന് വൈറലായി നിൽക്കുന്ന സമയത്ത് അവരെടുത്ത് വന്നിട്ട് രേണുവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മോളെ, ഇവരൊക്കെ ആവശ്യം കഴിഞ്ഞ് പൊടി തട്ടിപ്പോവും, നീയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് നരകിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. ഇത് കേട്ടപ്പോൾ രജിത് കുമാർ സാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ, അത് നന്നായി, അവരത് മനസ്സിലാക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ധരിച്ചത്. പക്ഷേ ആ ഒരു പറച്ചിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വൈറലാവാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ എന്തോ ആവട്ടെ, അവരുടെ തീരുമാനങ്ങളാണ്, അവരുടെ ലൈഫാണ്. എന്തൊക്കെ പറഞ്ഞാലും അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോൾ ഇഷ്ടപ്പെടലുകൾ കുറച്ച് അവർക്ക് ദേഷ്യപ്പെടലുകൾ കൂടി എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ആളുകൾക്ക് എന്നുള്ളതാണ്. പല ആളുകളും പറയുന്നത് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. സത്യം ഞാൻ പറയട്ടെ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മുഴുവൻ ഇവർ തന്നെ. എന്താ സംഭവം എനിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ചു സജഷനിൽ കയറി വരുന്നതാണെന്ന്. ഞാനിത് ക്ലിയർ ചെയ്തിട്ട് വീണിട്ടാലും ഇവരാണ് മുന്നിൽ വരുന്നത്. അതായത് നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് ഇവർ വലിയ രീതിയിൽ വൈറലാണ്. പിന്നെ ഇപ്പൊ രജിത് കുമാറിന് ഇപ്പോ വാക്ക് മാറ്റി പറയാനും ഓരോന്ന് കാട്ടിക്കൂട്ടാനൊക്കെ തോന്നൂലേ? തോന്നും അല്ലേ? ഒന്ന് കാണാം. രണ്ട് പെമ്പിള്ളേരൊക്കെ വെച്ച് രണ്ടുപേർക്കൂടെ രജിത്തേട്ടന്റെ ഒരു സമയം വീഡിയോ എടുക്കുന്ന ആള് പറയുന്നതാ. നിയമം നമ്മൾ തെറ്റിക്കില്ല, പക്ഷെ നിയമം നിങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫ്രണ്ടിൽ 2 പേർക്കുള്ള സീറ്റാണെങ്കിൽ 2 പേരെ ഇരിക്കാൻ കേടുള്ളൂ. അതിന് മുകളിൽ ഒരു കുഞ്ഞിനെ ഇരുത്തുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. മടിയിലൊക്കെ ഇവിടെ 2 പേരെ ഇരുത്തി ഒരു സീറ്റ് ബെൽറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നിയമം തെറ്റിക്കുന്നില്ലേ എന്ന് വെച്ചാൽ തെറ്റിക്കുന്നുണ്ട്, അത് അത്ര തന്നെ. പക്ഷെ എന്താണ് ഈ ഇതിൻ്റെയൊക്കെ കാട്ടിക്കൂട്ടുന്നതിന്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈറലാവുക എന്ന് തന്നെയാണ് എന്ന് ഉറപ്പല്ലേ? കാരണം രേണുവിനെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ വൈറലാവും എന്ന് ഉറപ്പാ. എന്തുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ രജിത് കുമാറിന്റെ ഒരു രംഗപ്രവേശനല്ലേ, ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഒരു കാര്യം ഞാൻ പറയാം, തുള്ളിച്ചാടി പുള്ളിക്കാരൻ തുള്ളിച്ചാടി അങ്ങ് പോവും, പണി മൊത്തം നിനക്കാണ് കിട്ടുക എന്ന് പറയുന്നത് ഈ ദാസൻ കോഴിക്കോടിനെ ചേർത്ത് വെച്ചുകൊണ്ടല്ലേ? ദാസൻ കോഴിക്കോട് ഒരു വൃത്തികേടും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. കാരണം വീഡിയോസ് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിലൊന്നും നമുക്ക് അങ്ങനെ ഒരു മോശത്തരായിട്ട് തോന്നിയിട്ടില്ല. അതുകൂടാതെ അതൊരു ആക്ടിങ് ആയിരുന്നു എന്നുള്ള ബോധവും നമുക്കുണ്ട്. പക്ഷെ രജിത് കുമാറിന്റെ കാര്യത്തിൽ അതൊരു ആക്ടിങ് അല്ലായിരുന്നു, റിയൽ ലൈഫിൽ നടന്നതാണ്. എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് തോന്നിപ്പോയി എന്നുള്ളതാ. തോന്നിപ്പോവലുകൾ നിങ്ങൾക്ക് ശരിയാണോ എന്ന് നോക്കാം. ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥ രണ്ടുപേരെ ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാരി കോരി. ഈ ഒരു കാര്യത്തിൽ ഡബിൾ മീനിങ് കൊണ്ട് 5 കളിയാ. അതിനെ സാധൂകരിക്കാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണു തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. 2 എണ്ണം ദൈവം കൊടുത്ത് വാരിക്കോരി കൊടുത്തു, 2 എണ്ണം മുന്നിൽ കയറ്റ 2 ആളെ കിട്ടിയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിൽ ഇവരെന്നെ ഇപ്പൊ നാണം കെടുത്തുന്നതിൽ രജിത് കുമാറിന്റെ സ്ഥാനം അത് വളരെ വളരെ ടോപ്പിലാണ് എന്നുള്ളതാണ്. ഓൾറെഡി അവർക്ക് കുറച്ച് അറിവില്ലായ്മയുണ്ട്. ആ അറിവില്ലായ്മ തന്നെയാണ് പലപ്പോഴും പല ആളുകളും വിറ്റ് കാശാക്കുന്നത്. ഇവിടെ രജിത് കുമാറിന് ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. വളരെ മാന്യമായ രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി. പക്ഷെ ഇതാണ് യഥാർത്ഥ സ്വഭാവം എന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. നമുക്ക് രജിത് കുമാർ പറഞ്ഞ പഴയ വീഡിയോത്തെ ഒരു കഷ്ണം കൂടി കേട്ടു വെക്കാം. ഈ രേണുസുതി ഇവർക്ക് ആരായിരുന്നു എന്നൊക്കെ ഒന്ന് അറിയാലോ. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാം ചെയ്യും. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. ഒരു വിരോധമില്ല, ഞങ്ങൾക്ക് വൈറലായ മതി എന്നാണ് പറയുന്നത്. രേണുസുതി ഭയങ്കര ഓവർ റെസ്പെക്ട് ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ ഓവർ ആയിട്ട് അതിലേക്ക് ആറ്റിറ്റ്യൂഡ് ഇട്ട് വരുന്നത് രജിത് കുമാറാണ്. ഫസ്റ്റ് വീഡിയോയിലും ഇപ്പോഴത്തെ വീഡിയോയിലും ഇവരെന്തിനാണ് ഇമാതിരി ഒരു രീതിയിലുള്ള ഒരു റെസ്പെക്ട് ഇയാൾക്ക് ഇപ്പൊ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം രജിത് കുമാർ കാണിച്ചു കൂട്ടിയത് അവർ ചെയ്ത റീൽസിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഇപ്പൊ കിടക്കുന്നത്. അവർ ചെയ്ത റീൽസിലും അവരെടുത്ത ഫോട്ടോഷൂട്ടിലും പല ആളുകൾക്കും താല്പര്യക്കുറവുണ്ട്. താല്പര്യക്കുറവ് പല ആളുകളും പറയും സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാണ്, നിറം കുറഞ്ഞത് കൊണ്ടാണെന്ന്. അങ്ങനെ ഒരിക്കലും ആരും പറയുന്നില്ല.
ആരും അവരെ സൗന്ദര്യം കുറഞ്ഞത് കൊണ്ടാണ് എന്നൊന്നല്ല പറയുന്നത്. അവരോട് സ്നേഹം തോന്നുന്നത് കൊല്ലം സുധി മരണപ്പെട്ട സമയത്ത് വിധവയായ ആ ഒരു സ്ത്രീയോട് തോന്നിയ ഒരു സ്നേഹമാണ്. ആ ഒരു സ്നേഹം പിന്നെ അവർ തന്നെ തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അവരുടെ സ്വാതന്ത്ര്യത്തോടു കൂടി അവർ മുന്നോട്ട് പോയി. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരാണ് പറയുന്നത്, എന്തിനാണ് മോളെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. വസ്ത്രമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷെ അവരുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ട് കളിയാക്കുന്നത് ഒരു പക്ഷേ ചില ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അവരാണ് ബോഡി ഷേമിങ് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിന് എന്ത് തെറ്റാന്നുള്ളത്? അത് കാണുമ്പോൾ അയ്യോ അവർക്ക് അഭിനയിക്കാൻ കഴിവില്ല എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഒരുപാട് കഴിവുള്ള ആളുകൾക്ക് ഒരു അവസരം കിട്ടാതിരിക്കുമ്പോഴാണ് ഇതൊരു ഭർത്താവ് മരിച്ചപ്പോൾ മെയിൻ സ്ട്രീമിലേക്ക് വന്നു, അപ്പോൾ വൈറലാവുമ്പോൾ അവരങ്ങനെ ഓരോ അമളിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ അത്ര തന്നെ. എന്തായാലും വീഡിയോ കുറച്ചും കൂടി ഉണ്ട് കാണാം. ഗിയറിൽ കയറിയിരിക്കില്ല. അവൻ അറിഞ്ഞില്ലല്ലോ. നീലക്കോയിലിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ഇതിപ്പോ ഏത് ക്യാമറയിൽ എടുത്താലും നീലക്കോയിൽ എടുക്കുന്നതിന് അപ്പുറത്തേക്ക് കിട്ടും. കാരണം അതാണ് അവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പിന്നെ നീലക്കോയിൽ തന്നെ പകർത്തണം എന്ന് വിചാരിച്ച എന്റെ പൊന്നു ചേച്ചി, നീലക്കോയിൽ പകർത്താനും മാത്രമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നിലവിൽ എല്ലാ ഇടങ്ങളിലും ഉണ്ട്. പല ആളുകളും പറയും നീലക്കോയിൽ അങ്ങനെ ക്യാമറ വെച്ചോണ്ട് ഇങ്ങനെ ക്യാമറ വെച്ചോണ്ടാണെന്നുള്ളത്. എന്തിനാണ് പിന്നെ ആളുകൾ അത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത്? ആളുകൾ ഇങ്ങനെ നോക്കിയാൽ കാണുമെങ്കിൽ അത്തരം വസ്ത്രങ്ങൾ ആളുകൾ ധരിക്കാതിരിക്കല്ലേ നല്ലത്. അതായത് എൻ്റെ കംഫർട്ട് സോണിൽ നിന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെ തന്നെ നോക്കണം, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ക്യാമറയിൽ ചിലപ്പോൾ അറിയാണ്ട് പെട്ടുപോകുന്നതാകാം, അറിഞ്ഞുകൊണ്ട് പെട്ടതാണെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല. കാരണം നിങ്ങളിടുന്ന വസ്ത്രങ്ങളുടെ ലൂപ്പ് പോയിന്റുകളിലൂടെയാണ് പലപ്പോഴും പല ആളുകളും പലതും കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നീലക്കോയിലിനെ പലപ്പോഴും അങ്ങനെ കുറ്റം പറയാൻ തോന്നിയിട്ടില്ല. എന്നാൽ ചില ഇടങ്ങളിൽ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പാടില്ലല്ലോ. ഇതിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്. ഇതിനു വേണ്ടിയല്ല കഷ്ടപ്പെട്ടത്, ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സഹായങ്ങളാണ്. നമുക്ക് വണ്ടിയില്ലല്ലോ സാറിനെ കൊണ്ടുപോകും. അതെ, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ദൈവികമായ ഒരു പ്രത്യേക സന്തോഷങ്ങളാണ്. അതാണ് ഇതൊക്കെ ദൈവികമായിട്ടുള്ള സന്തോഷങ്ങൾ തരുന്ന പരിപാടിയാണ്. ശരിയാണ്, നിങ്ങൾക്ക് ദൈവികമായിട്ട് സന്തോഷങ്ങൾ ഉണ്ടാവുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആളുകൾ ഇത് ദൈവികമായിട്ട് തന്നെ കാണട്ടെ, അല്ലെ? രേണുവിന് ആരും കുറ്റം പറയണ്ട കേട്ടോ. രേണു സൂക്ഷിച്ച ഗിയർ ഇടുന്ന അല്ല, അതൊക്കെ കുഴപ്പമില്ല. ഗിയറിൽ കയറിയിരിക്കില്ല. ശരി, എന്തിനാണ് ഇത്ര മാത്രം ചിരിക്കാനുള്ളത്? രേണു ഗിയറിൽ കയറി ഇരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ ഇരിക്കുന്നില്ല എന്നിട്ട് പറഞ്ഞാൽ മതി. അവിടെയും ഡബിൾ മീനിങ് ഉണ്ട്. ആ ഡബിൾ മീനിങ്ങിലൂടെ തന്നെയാണ് അവർ പോലും അതിനെ ചിത്രീകരിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന ആളുകളും അങ്ങനെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതിനൊന്നും ഇങ്ങനെ മാത്രം ചിരിക്കാനുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. അവൻ അറിഞ്ഞില്ലല്ലോ. സൂക്ഷിക്കണേ. ഞാനാ പിടിച്ചിട്ടുണ്ട്. എന്റെ ഒരു കൈ കൊണ്ട് രേണു ഗീർ മാറിയതി സമയത്ത് നോക്കി ഗീർ പറഞ്ഞേ. കണ്ടില്ലേ, മനഃപൂർവ്വം അനാവശ്യമായിട്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നോക്കിക്കൊണ്ടും ഗീറൊക്കെ മാറ്റണേ രജിത് കുമാർ ചേട്ടായി. പിന്നെ നിങ്ങൾ എന്ത് ഭാഗ്യവാനാണ്, മുന്നിൽ രണ്ടാളെ കയറ്റിയിരുത്താനൊക്കെ പറ്റിയല്ലോ. എന്തൊക്കെയാണ് ഡയലോഗ് അടിക്കുന്നത്? ഇതിനൊന്നും അറിയാതെ വെറും കോമാളി ആയിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്ന രേണു. കൊള്ളാം, എന്തായാലും കൊള്ളാം. വെറുതെ അല്ല ആളുകൾ കുറ്റം പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ്. കുറച്ച് വകതിരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മാന്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷെ ഇവരതൊന്നും നോക്കുന്നില്ല. അവരെ ആളുകൾ പൊട്ടം കളിപ്പിക്കുമ്പോൾ ആ പൊട്ടം കളിയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും കൊള്ളാം. വയറ് കാണിക്കാൻ എനിക്ക് നല്ല വയറുണ്ടല്ലോ, പിന്നെന്താ കാണിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിനുള്ളൊരു മറുപടിയാണ്, ഒന്ന് കാണാം. ഇത് അടിപൊളി മറുപടിയാണ്. അവർക്കതിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ, അവർക്കതിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ വയറ് നിറച്ച് പാടുകളുമായി വലിഞ്ഞു തൂങ്ങി ഇതാക്കുന്നവർക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അത് കാണിക്കാൻ അത്രയും ഭംഗിയുള്ള ആ കുട്ടീനെ ഞാൻ കണ്ടത്. അതിന്റെ കുട്ടീനെ ആ കുട്ടിക്ക് എന്താ വയറിന് ബുദ്ധിമുട്ടുള്ളത്? നല്ല രസമുണ്ട്, ഒരു പ്രശ്നമില്ല. അത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിൽ ഇപ്പൊ അവൾ മാത്രം കാണിക്കുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റുള്ളവരെല്ലാം കാണിക്കുന്നില്ല. ഇന്നിപ്പോ ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആരാ അതില്ലാത്ത ബിക്കിനി വരെ ഇട്ടിട്ട് ഓരോരുത്തരും ഇതാക്കുന്നുണ്ട്. അയ്യോ, എന്തോ ഒരു സപ്പോർട്ടാണോ. ഇങ്ങനെ വേണം ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ. വയറ് ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന, വയറിൽ വൃത്തികെട്ട മാർക്കുകളുള്ള ആളുകൾക്ക്, വൃത്തികെട്ടെന്നല്ല മാർക്കുകളുള്ള ആളുകൾ വയറ് കാണിക്കില്ല.
രേണുസുധീന്റെ നല്ല വയറാണ് അവർ കാണിച്ചോട്ടെ എന്നാണ് ഒരു ചേച്ചി പറയുന്നത്. ചേച്ചി പിന്നെ അത്ര മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ ആയതുകൊണ്ട് അത് പറയുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു എന്താ പറയാ, അതിനുള്ള ഒരു യോഗ്യത ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ പേടിക്കാല്ലേ. ചേച്ചി പറയട്ടെ. അത് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു എന്നുള്ളതാണോ അവൾ രേണുസുധി എന്ന് പറയുന്ന പെൺകുട്ടി? അത് അവളുടെ ഫേസിന്റെ ഇതാണോ? ഇപ്പൊ വിത്തൗട്ട് മേക്കപ്പിൽ ഓരോരുത്തരെയും കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് പലരും. വിത്തൗട്ട് മേക്കപ്പിൽ പല ആളുകളും കണ്ട എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നമുക്ക് നോക്കേണ്ടതുള്ളൂ. നമുക്കറിയില്ല. ചേച്ചീനെ ഞങ്ങൾ വിത്തൗട്ട് മേക്കപ്പിലൊന്നും കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളാം. ന്യായീകരിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിലൊക്കെ നല്ല അടിപൊളിയാണ്. ആ അടിപൊളി നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ പിന്നെ രേണുവിനെ ഇപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരാണ് പിന്നിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത് മനസ്സിലായില്ലേ. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കാണാൻ കിടക്കുന്നുള്ളേ, അത്രേ ഉള്ളേ. കൊള്ളാം 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 കൊള്ളാം. സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇത്തരം വീഡിയോസിന്റെ അതിപ്രസരങ്ങൾ എന്ന് എനിക്കറിയാം. ഇത്തരം വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷെ വൈറൽ കണ്ടന്റ് ആയതുകൊണ്ട് നമുക്കിത് എടുത്ത് ഇവിടെ കൊണ്ട് സംസാരിക്കാതിരിക്കാനും കഴിയില്ല. നമ്മളെ പണി ഇതായി പോയില്ലേ, എന്ത് ചെയ്യാനാണല്ലേ. എന്തായാലും ഇത്രയും നാള് രേണുവിന് ഒരു പേരുണ്ടായിരുന്നു, നല്ലതും ചീത്തതുമായിട്ടുള്ള പേരുകൾ. ആ പേരുകൾ ഇങ്ങനെ വളർന്നു 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 വന്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആൾക്കാരെ മുന്നിൽ നാണം കെടുകയാണ് സ്വയം എന്നുള്ള ബോധം അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഒരു ലാസ്റ്റ് വീഡിയോ ഉണ്ട്, അവരൊരു മറുപടി കൊടുക്കുന്നതാണ്, നോക്കാം. നെഗറ്റീവ് കമന്റിന് മാത്രം റിപ്ലൈ കൊടുക്കാനാണ്. നീ പിന്നെ അടി അട്ടപ്പാടി ആണടി ഞാൻ, നിനക്കെന്നെ അടി അട്ടപ്പാടി ആടി ഞാൻ, എന്തൊക്കെന്നാ നീ കുറെ നേരമായില്ല അട്ടപ്പാടി ആടി ഞാൻ. അത് തന്നെയാണ്. നീ കുടുംബശ്രീയിലുണ്ടോ? ഇല്ല. നീ എന്നെ കുടുംബശ്രീ ചേർക്കാൻ പോകണം. എന്നെ കുടുംബശ്രീ തോന്നപ്പോൾ ഏറ്റവും ഒരു സിനിമ ക്യാരക്ടറിന്റെ പേരാണ്. ഈ സെക്ഷൻ നെഗറ്റീവ് കമന്റ്സ് റിപ്ലൈ കൊടുക്കാനാണ്. പോസിറ്റീവ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരുടെയും കമന്റ്സ് കാണുന്നത് വായിക്കാൻ ഇങ്ങനെ പറ്റുന്നില്ല, ഓടി ഓടി പോവാണ്. ഓക്കെ, നെഗറ്റീവുകൾക്ക് മറുപടി കൊടുത്താലേ അത് വൈറലാവുള്ളൂ. പോസിറ്റീവിന് മറുപടി കൊടുത്തിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. നെഗറ്റിവിറ്റിക്കാണ് ഇവിടെ ഒരു വാല്യൂ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രേണു ഇപ്പം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ തന്നെ ആവോ രജിത് കുമാർ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഡബിൾ മീനിങ് ആണെന്ന് മനസ്സിലായിട്ട് പോലും പൊട്ടിശ്ശേരി കുണു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ വന്ന കമന്റുകളൊക്കെ ഒന്ന് കാണണേ. നെഗറ്റീവ് കൊണ്ട് 5 കളിയാ. ഇപ്പൊ ഇവരുടെ ഏതൊരു വർക്ക് വൈറലായി കഴിഞ്ഞാലും പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവാണ്. അപ്പൊ നെഗറ്റീവിനെ വളർത്തിയാലേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാകാം ഒരു പക്ഷെ അതേ പാതയിൽ നിന്നും ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇങ്ങനെ സീത പോയിക്കൊണ്ടേയിരിക്കുന്നത്. കൊള്ളാം 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 കൊള്ളാം. ഒരുപാട് അമ്മമാർക്ക് നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ വെറുപ്പുണ്ട്. ആ വെറുപ്പ് പുരുഷന്മാരിലേക്കും വരാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ, ബോഡി ഷെയ്മിങ് നടത്തുന്ന ആ ഒരു കാര്യത്തെ. അത് ഏതോ ഒരു രണസുന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്, അതിനെക്കുറിച്ച് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കത് ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നി, കളിയാക്കലുകളായിട്ട് തോന്നി. അവരെ നേരിട്ട് കണ്ടാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ, ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെയാണ് വഴി വെച്ചത് എന്ന കാര്യം രേണുസുധി മനസ്സിലാക്കുക. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചതിക്കുഴികൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ രജിത് കുമാർ തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.